ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് നുറുക്കുമാവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യമായി ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് നുറുക്ക് ഗോതമ്പ് നന്നായി കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഞാൻ 2 ഗ്ലാസ് ഗോതമ്പ് നുറുക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, സവോള കുഞ്ഞതായി അരിഞ്ഞത്, ക്യാരറ്റ് ചെറുതായി അരിഞ്ഞത്, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എടുക്കാവുന്നതാണ്. ഞാൻ കുക്കറിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. കുക്കറിൽ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിക്കുക. ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യുക. ചൂടായതിനു ശേഷം കടുക് ഇടുക. ഇപ്പോൾ തീ കുറച്ച് വെക്കണം. കടുക് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉഴുന്നും പരിപ്പ് ചേർത്ത് ഇളക്കുക. ഓയിൽ ആവശ്യമെങ്കിൽ നമുക്ക് ഒഴിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ചേർത്ത് തുടങ്ങാം. കറിവേപ്പില കുറച്ച്, നാല് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, രണ്ട് വറ്റൽമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു സവാള ചെറുതായി അരിഞ്ഞത്, ക്യാരറ്റ് അരിഞ്ഞത്, ഇതെല്ലാം നന്നായിട്ട് ചേർത്ത് ഇളക്കുക. ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ചേർക്കാവുന്നതാണ്. സവാള നന്നായിട്ട് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഗോതമ്പ് നുറുക്കൊണ്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി നമ്മൾ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്ക് കുക്കറിലേക്ക് ഇടുക. ഞാൻ 2 ഗ്ലാസ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. നന്നായിട്ട് ഇളക്കണം. അതിൻ്റെ വെള്ളം ഒന്ന് വലിയുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ചുകൂടി നെയ്യ് വേണമെങ്കിൽ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നന്നായി മിക്സ് ചെയ്യണം. എന്നിട്ട് 2 ഗ്ലാസ് ഗോതമ്പ് നുറുക്കിന് 3 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുക. ഞാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചിക്കൻ മാജിക് ക്യൂബ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പുണ്ടോയെന്ന് നോക്കുക.
അതിനുശേഷം ആവശ്യമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. എന്നിട്ട് കുക്കർ അടയ്ക്കുക. ഒരു 4-5 വിസിൽ വന്ന ശേഷം കുക്കർ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് നുറുക്ക് ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഓക്കെ, ബൈ, താങ്ക് യു.